നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈലാറാണി. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു വിവാഹബന്ധം നിലനിൽക്കുമ്പോൾ വേറൊരു വിവാഹം കഴിക്കുന്നത് കുറ്റകരമാണെന്ന്. അത് റിലേറ്റ് ചെയ്ത് എനിക്ക് ഒത്തിരി കോൾസ് വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ, ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് കുറ്റകരമാണോ എന്ന്. അപ്പോൾ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്താണ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ്, എന്താണ് മറ്റ് അതായത് മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇതും തമ്മിലുള്ള വ്യത്യാസം, അത് നോക്കാം. ഞാൻ പറഞ്ഞിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാരേജ് എന്ന് പറഞ്ഞാൽ വിവാഹവും ലിവിങ് ടുഗദർ രണ്ടാണ്. മാരേജ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ഫാമിലി ലോ പ്രകാരം, അത് ഹിന്ദു മാരേജ് ആക്ട് ആവട്ടെ, ക്രിസ്ത്യൻ മാരേജ് ആക്ട് ആകട്ടെ, ഈവൻ മുസ്ലിം നിയമപ്രകാരമായിട്ട് അവരുടെ മതം പറഞ്ഞിരിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹിന്ദു മാരേജ് ആക്ട് നോക്കട്ടെ. ഹിന്ദു മാരേജ് പ്രകാരം താലി കെട്ടുക, പുടവ കൊടുക്കുക, അതിൻ്റെ കസ്റ്റംസ് എല്ലാം ഫോളോ ചെയ്തതിന് ശേഷം അവർ ഹിന്ദു മാരേജ് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വാലിഡ് മാരേജായി. അതുപോലെ അല്ല ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു വാലിഡ് മാരേജ് നിലനിൽക്കുമ്പോൾ വേറൊരു മാരേജ് അതൊരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അതൊരിക്കലും എന്താ പറയുക, നിയമത്തിൻ്റേതായിട്ടുള്ള സപ്പോർട്ടും ഇല്ല, ഒരിക്കലും അത് അനുവദനീയമല്ല. വിവാഹം, ഒരാൾക്ക് ഒരു സമയം ഒരു വിവാഹം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ്. ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു വിധമായ നിയമത്തിൻ്റേതായിട്ടുള്ളൊരു ബോണ്ടിങ് ഇല്ല. ആകെ ഉള്ളത് രണ്ടുപേരും പ്രായപൂർത്തിയായിരിക്കണം, രണ്ടുപേരുടെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. സ്ത്രീ ആണെങ്കിൽ ഉറപ്പായിട്ട് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം. 18 വയസ്സ് കഴിയാത്ത ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഭയങ്കര ക്രൈമാണ്, പോസ്കോ കേസിൽ അകത്തായി പോകും. അത് കാരണം അതല്ല, 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി അവളുടെ കൺസെൻറ്റോടുകൂടെ രണ്ടുപേരും യാതൊരു മാരിറ്റൽ ബോണ്ടിങ്ങും ഇല്ലാതെ, മാരേജിൻ്റേതായിട്ടുള്ള യാതൊരു വിധമായ നിയമ സാധ്യതകളും ഇല്ലാതെ രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയാണ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് സ്ത്രീകളായിക്കോട്ടെ, അത് ലെസ്ബിയൻ കപ്പിൾസ് ആയിക്കോട്ടെ, അതിപ്പം ഗേ ആയിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. രണ്ട് സ്ത്രീകൾ, ഒരു പുരുഷനും ഒരു സ്ത്രീയും ആയിക്കോട്ടെ, അവർ രണ്ടുപേരും കല്യാണം കഴിക്കാതിരിക്കണമെന്നുമില്ല, കല്യാണം കഴിച്ചവരും ആവാം. പക്ഷെ അവർ തമ്മിൽ കൺസെൻറ്റ് ഉണ്ടാകണം. അതുമാത്രമാണ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ഒരാൾ മാരീഡ് ആണ് എങ്കിൽ, ഇപ്പം ഭർത്താവ് മാരീഡ് ആണ്, ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലിരിക്കുന്ന പുരുഷൻ മാരീഡ് ആണ് എങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് ഇത് ഗ്രൗണ്ടാണ്, ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടാണ്. അത് തിരിച്ചും അതേപോലെ ഭാര്യ വേറൊരു ലിവിങ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഭർത്താവിന് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടാണ്. പിന്നെ വേറെ ഏതൊക്കെ രീതിയിലാണ് ഇവർക്കൊരു സപ്പോർട്ട് വരുന്നത്, ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഏതൊക്കെ നിയമത്തിൻ്റേതായിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത്? അത്ര വലിയ നിയമമായിട്ടുള്ള സപ്പോർട്ടൊന്നും വരുന്നില്ല. പക്ഷേ ഏതായാലും കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന പോലെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഏത് പാർട്ട്ണർ വേണോ ചൂസ് ചെയ്യാം, ഏത് പാർട്ട്ണറെ കൂടെ ജീവിക്കാം, അതിൻ്റേതായിട്ടുള്ള ഫ്രീഡം നമുക്ക് റൈറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ അങ്ങനെ ജീവിക്കുന്നവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ത്രെട്ട് വരികയാണ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉപദ്രവിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ അതൊക്കെ പരാതി കൊടുക്കും. ക്രൈം ഒന്നും ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. നിങ്ങളുടെ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, അത് നിങ്ങൾക്ക് ആരാണ് ത്രെട്ട് ചെയ്യുന്നത് അതിനുള്ള നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം. പിന്നെ വരുന്ന ലിവിങ് ടുഗദർ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും കൂടെ ജീവിക്കുന്ന പാർട്ട്ണറിൽ നിന്ന് പീഡനങ്ങൾ ഏൽക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം 2005 നിലവിൽ വന്ന ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള സപ്പോർട്ട് ലഭിക്കും. അത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു റൂഫിൻ്റെ കീഴിൽ, അതൊരു നമ്മുടെ ഒരു മേൽക്കൂരയിൽ കീഴിൽ രണ്ടുപേര് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന വയലൻസുകൾ, അതാണ് എല്ലാം ഡൊമസ്റ്റിക് വയലൻസ്. അതൊരു മാരേജ് ബോണ്ടിങ് വേണമെന്നില്ല, അല്ലാതെ തന്നെയുള്ള എല്ലാ സപ്പോർട്ടും ലഭിക്കാം. പിന്നെ വരുന്ന ചോദ്യം എന്താ, ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ് എങ്കിൽ ആ കുഞ്ഞിന് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ നിയമസഹായം, അതായത് നമ്മളൊരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ രണ്ടുപേരും കല്യാണം കഴിച്ച്, നിയമപരമായി കല്യാണം കഴിച്ച് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് വെച്ചോളൂ, അതുപോലുള്ള എല്ലാ ആനുകൂല്യങ്ങളും, എല്ലാ നിയമത്തിൻ്റെ സപ്പോർട്ടും, അതായത് അച്ഛനും അമ്മയിൽ നിന്നുള്ള പരിഗണന, സ്നേഹം, തിരിച്ചാണെങ്കിൽ അവർക്ക് കുഞ്ഞിനെ കാണാനുള്ള എല്ലാ തരത്തിലുള്ള റൈറ്റ്, അവകാശങ്ങൾ, അച്ഛൻ്റെ സ്വത്തിനുള്ള അവകാശങ്ങൾ, അച്ഛനിൽ നിന്ന് മെയിൻ്റനൻസ് മേടിക്കാനുള്ള അവകാശങ്ങൾ, ഇതെല്ലാം ഈ കുഞ്ഞിന് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഈ ചൈൽഡിന് ലഭിക്കും. ആകെ കിട്ടാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ സ്ത്രീക്ക്
ഭാര്യ, അതായത് നിയമപരമായുള്ള ഭാര്യ എന്നുള്ള യാതൊരു വിധമായിട്ടുള്ള ലീഗൽ ബെനിഫിറ്റ്സും ലീഗൽ സപ്പോർട്ടും ഒരിക്കലും ഈ പെൺകുട്ടിക്ക് ഉണ്ടാവില്ല. പിന്നെ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഇല്ല. ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിരിയണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കലും കോടതിയിൽ പോയിട്ട് ഒരു ഡിവോഴ്സ് ഓർഡർ വേങ്ങണ്ട. വേറൊരാളെ കല്യാണം കഴിക്കണമെങ്കിലോ വേറൊരാളെ പാർട്ട്ണറെ സ്വീകരിക്കണമെങ്കിലോ ഒരു തടസ്സങ്ങളുമില്ല. ദേ ക്യാൻ ബ്രോക്ക് എനി ടൈം. ആ ഒരു ബോണ്ട് വേറെ നിയമത്തിൻ്റേതായിട്ടുള്ളൊരു ബോണ്ടിങ് ഇല്ലാത്ത കാരണം നിയമപരമായിട്ട് പിരിയേണ്ടതായിട്ട് ആരുമില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് രണ്ടുപേർക്കും നിർത്തി അതിൻ്റേതായിട്ടുള്ള വഴിക്ക് പോകണമെങ്കിൽ അങ്ങനെ തീരാം, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അങ്ങനെ ചേരുക. അത് ആ റിലേഷൻഷിപ്പ് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് വേണം അല്ലെങ്കിൽ അതിൽ നിന്ന് ബന്ധം വേർപെടുത്തണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കോർട്ടിൽ പോയിട്ട് ഡിവോഴ്സ് വാങ്ങേണ്ടി വരും. ഇവിടെ ആ ഒരു രീതിയേ ഇല്ല. അതാണ് ലിവിങ് ടു ദ റിലേഷൻഷിപ്പും മാരിറ്റൽ റിലേഷൻഷിപ്പും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് ആ മാരേജ് എല്ലാവരും വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരേജ് നിലനിൽക്കുമ്പോൾ ഒരു ലിവിങ് ടു ദ റിലേഷൻഷിപ്പ് കുറ്റകരമാണ് എന്നാണ്. പക്ഷെ അങ്ങനെ അല്ല ആ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മാരേജ് നിലനിൽക്കുമ്പോൾ അടുത്തൊരു മാരേജ് ചെയ്യാൻ പാടില്ല. നിയമപരമായിട്ട് ഒറ്റ മാരേജ് മാത്രമേ നമുക്ക്, മുസ്ലിം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബാക്കിയുള്ള എല്ലാ പേഴ്സണൽ ലോയും നോക്കുകയാണെങ്കിൽ ഒരേ സമയം ഒരു മാരേജ് മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. കേരളത്തിൽ, ഇന്ത്യയിൽ ലിവിങ് ടു ദ റിലേഷൻഷിപ്പ് ഒരിക്കലും കുറ്റകരവും അല്ല. ലിവിങ് ടു ദ റിലേഷൻഷിപ്പിൽ പിന്നെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് വേണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോണ്ടിങ് വേണോ? നമ്മൾ ചെയ്യണ എന്തെങ്കിലും രജിസ്ട്രേഷൻ വേണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലിവിങ് ടു ദ റിലേഷൻഷിപ്പിൽ രണ്ട് കാര്യങ്ങൾ മതി. ഒന്ന് കൺസെൻറ്റ്, ഒന്ന് രണ്ടുപേരും പ്രായപൂർത്തിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ലിവിങ് ടു ദ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നേടാം എന്നുള്ളതേ ഉള്ളൂ. ആകെ ഉള്ള ഒരു കോൺസിക്വൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർ മാരീഡ് ആണ് എങ്കിൽ ആ പാർട്ട്ണറിൻ്റെ സ്പൗസിന്, ലീഗലി മാരീഡ് ആയിട്ടുള്ളവർക്ക് നിയമപരമായിട്ട് ഒരു സിവിൽ റോങ് ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് ഫാമിലി കോടതിയെ സമീപിക്കാം, ഒരു ഡിവോഴ്സ് നോക്കാം. അഡൾട്ടറി എന്നുള്ളൊരു ഗ്രൗണ്ടിൽ ഒരു ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടാണ്. അതർവൈസ് നിങ്ങൾക്ക് ലിവിങ് ടു ദ റിലേഷൻഷിപ്പ് യാതൊരു വിധമായ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. പക്ഷേ നിങ്ങളത് തീരുമാനിക്കുക, നിങ്ങൾക്ക് അങ്ങനത്തെ വേണമോ വേണ്ടയോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. നന്ദി, നമസ്കാരം.